ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളിൽ പ്രധാനിയായ ബുധഗ്രഹത്തിൻ്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതകൾ വരികയാണ്. ജൂലൈ 18 തുലാം രാശിയിലേക്ക് ബുധഗ്രഹം മാറി സഞ്ചരിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെ അധികം ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരികയാണ്. ഇത് ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വൃശ്ചികം രാശിയിലുള്ള വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരിൽ വളരെയധികം ഗുണഫലങ്ങൾ വരാനുള്ള സാധ്യതകൾ വരികയാണ്. ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം പലതരത്തിലുള്ള ഗുണങ്ങളാണ് കൊണ്ടുവരുന്നത്. ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയം, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും തുടക്കമിടുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് വരുന്നത്. അടുത്തതായി ധനു രാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം എന്നീ നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാനുള്ള ചില സാധ്യതകൾ വരികയാണ്. ജോലികളൊക്കെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. അതായത് പാതി വഴിയിലൊക്കെ നിന്നുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരികെ അത് നേടിയെടുക്കാനുള്ള ഒരു തീരുമാനം മനസ്സുറപ്പോടുകൂടി എടുക്കും. അത് പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രണയബന്ധത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അത് വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നതിന് വളരെ യോഗ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. മികച്ച മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്തതായി മകരം രാശിയിലുള്ള നക്ഷത്രക്കാർക്കും വളരെ അനുയോജ്യമാണ്. ഉത്രാടത്തിൻ്റെ 2 മുതൽ 4 വരെ പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ. ഇത് ബുധഗ്രഹത്തിൻ്റെ ശുഭകരമായിട്ടുള്ള സ്വാധീന നിമിത്തം ഇവർക്കൊക്കെ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ തന്നെ എടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തി പല കാര്യങ്ങളും നേടാൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് വരുന്നത്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനും ഇടവരുത്തുന്നത്. നല്ല തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. ജീവിതത്തിൽ സന്തോഷകരമായിട്ട് ഒരുപാട് മുഹൂർത്തങ്ങൾ വന്നു ചേരാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം. അടുത്തതായി കുംഭം രാശിയിലുള്ള അവിട്ടത്തിൻ്റെ 3ഉം 4ഉം പാദങ്ങൾ, ചതയം, പൂരൂരുട്ടാതിയുടെ 1 മുതൽ 3 വരെയുള്ള പാദങ്ങൾ. ഇവർക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമായിട്ട് വന്നു ചേരാനുള്ള സാധ്യതകളാണ് വരുന്നത്. സ്വന്തം ഇടപെടൽ മൂലം അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സാധിക്കും. ഇതുവരെ മിണ്ടാതെ അനങ്ങാതെ ഇരുന്ന ചില ഘട്ടങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അഭിപ്രായങ്ങൾ പറയാനും ഇടപെടൽ കൂടുതൽ മെച്ചപ്പെടുത്താനും അതുവഴി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. ആളുകളെയൊക്കെ ആകർഷിക്കുവാനും കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കേസുകളിലൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കും. മികച്ച അവസരങ്ങൾ കരിയറിൽ തേടി വരും. അത് കണ്ടറിഞ്ഞ് ഉപയോഗിക്കണം. അതുപോലെ ശത്രുക്കളൊക്കെ അകന്നു പോകുന്ന ഒരു സമയമാണ്. വിദേശത്ത് പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകാൻ അനുയോജ്യം.